ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് ബന്ദ് കൈമാറ്റത്തിനിടെ ഹമാസ് കൈമാറുന്ന ബന്ദികളെ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ അപകർഷതാബോധത്തെ കൂടുതൽ ഉണർത്തുകയാണ്. ഹമാസിൻ്റെ മുഴുവൻ ഡിമാൻഡുകളും അംഗീകരിച്ചുള്ള ബന്ദ് കൈമാറ്റത്തിന് നെതന്യാഹു പൂർണ്ണ തൃപ്തനല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ബന്ദ് കൈമാറ്റത്തിനിടെ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അയാളെ സ്ഥിരമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബന്ദികളിൽ ഒരാൾ ഹമാസ് പ്രവർത്തകന്റെ നെറ്റിയിൽ ചുംബിക്കുന്ന ചിത്രം ലോകം മുഴുവൻ കണ്ടത് നെതന്യാഹുവിനെ അതിഭയങ്കരമായ നാണക്കേടുണ്ടാക്കി. അതുമാത്രമല്ല, ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരു യുവതി ഇസ്രായേൽ പത്രങ്ങൾക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ താൻ പലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബങ്ങളിലാണ് മാറി മാറി താമസിച്ചിരുന്നത്, അവർ എന്നെ നന്നായി തന്നെ പരിചരിച്ചു, വായിക്കാൻ ഹീബ്രു പുസ്തകങ്ങൾ തന്നു എന്നൊക്കെ പറഞ്ഞത് ലോകം മുഴുവൻ വൈറലായിട്ടുണ്ട്. മറ്റൊരു ബന്ധി പറഞ്ഞത്, ഒരിക്കൽ ഒരു ഹമാസ് പ്രവർത്തകൻ എന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ ഇക്കാര്യം ഞാൻ നിങ്ങളുടെ നേതൃത്വത്തെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഭയന്ന് പിന്മാറി എന്നാണ്. പിന്നെ ഒരിക്കൽ പോലും അയാളിൽ നിന്നോ ആരിൽ നിന്നോ എനിക്ക് അത്തരം ഒരു അനുഭവം നേരിട്ടിട്ടില്ല എന്നും കൂടി പറയുകയുണ്ടായി. എന്നാൽ ഹമാസ് സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്യുന്നു, കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു, ബന്ദികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു, അവരെ ചങ്ങലയിൽ പട്ടിണിക്കിടുന്നു എന്നൊക്കെ ഇസ്രായേൽ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബന്ദികൾ തന്നെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഹമാസ് ഞങ്ങളെ നന്നായി നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നെതന്യാഹുവിനെ കൂടുതൽ പ്രകോപിതനാക്കുകയാണ് ഉണ്ടാകുന്നത്. നെതന്യാഹുവിനെ മാത്രമല്ല, കേരളത്തിലെ ക്രിസംഗി ചാനലുകളെയും ഇക്കാര്യം പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഹമാസ് ഭീഷണിപ്പെടുത്തി നെറ്റിയിൽ ചുംബിച്ചു എന്ന് പറയുന്ന ബിരുദന്മാർ വരെയുണ്ട്. എന്നാൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാരെ ഭീഷണിപ്പെടുത്തി നെറ്റിയിൽ ചുംബിപ്പിക്കുക എന്നൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് നമുക്ക് ചിരി ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു പ്രത്യേക ചങ്കൂറ്റം തന്നെ വേണ്ടതുണ്ട്. തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ ഇസ്രായേലിന് നാണക്കേടും പരാജയബോധവും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹമാസ് നെതന്യാഹു പലതവണ ഭീഷണി മുടക്കിയിട്ടും കൂടുതൽ ആഘോഷത്തോടു കൂടി തന്നെ ഇതേപോലെ തന്നെ ബന്ദ് കൈമാറ്റം തുടരുകയാണ്. ബന്ദ് കൈമാറ്റത്തിന്റെ ഒന്നാം ഘട്ടം ഏതാണ്ട് അവസാനിച്ചതോടെ ഹമാസിന്റെ കയ്യിലുള്ള ബാക്കി ബന്ദികളുടെ കൈമാറ്റത്തിനായുള്ള രണ്ടാം ഘട്ട കരാർ ആരംഭിക്കുന്നതിന് മുൻപായി നെതന്യാഹു ഇപ്പോൾ നടത്തുന്ന ചില നാടകീയ നീക്കങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അയാൾ വീണ്ടും വെസ്റ്റ് ബാങ്കിലേക്ക് സൈന്യത്തെ അയച്ച് ഹമാസിനെ ഭയപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായുള്ള പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് ഇന്തിഫാദ എന്നാണ് പേരവരിട്ടിരിക്കുന്നത്. 2000 മുതൽ 2005 വരെ വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ്, അതുകൂടാതെ അൽ-അഖ്സ മസ്ജിദിന് സമീപത്തായി വരെ എത്തിച്ചേരുന്ന രണ്ടാം ഇന്തിഫാദയെ അന്നത്തെ പ്രധാനമന്ത്രിയായ ഏരിയൽ ഷാരോൺ വലിയ സൈനിക നടപടികളിലൂടെ അടിച്ചമർത്തി 2005 വെസ്റ്റ് ബാങ്കിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഒരു സൈനിക താവളമോ അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള സൈനിക നീക്കമോ ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 20 കൊല്ലത്തോളമായി. എന്നാൽ ബന്ദ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഹമാസിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായ നെതന്യാഹു 2005 പിന്മാറിയ ഇതേ വെസ്റ്റ് ബാങ്കിലേക്ക് വീണ്ടും സൈന്യത്തെ ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. ടാങ്കുകളും കവചിത വാഹനങ്ങളും എഞ്ചിനീയറിംഗ് ടീമുകളും അതുകൂടാതെ വാട്ടർ ടാങ്കുകൾ, ജനറേറ്ററുകൾ തുടങ്ങി ദീർഘകാലം താമസിക്കാൻ കഴിയുമെന്ന് തോന്നിപ്പിക്കുന്ന സജ്ജീകരണങ്ങളുമായാണ് വെസ്റ്റ് ബാങ്കിലെ ജെനിൻ പ്രദേശത്തേക്ക് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 40,000-ഓളം അഭയാർത്ഥികളെ പുറത്താക്കിയിട്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് നേരെ വിപരീതമായ പ്രവൃത്തിയാണ്. ഇതിനെ വിമർശിക്കാൻ ആരും ഇപ്പോൾ ലോകത്തില്ല. ഇസ്രായേലിൻ്റെ പ്രവൃത്തികളെല്ലാം വളരെ നല്ലതാണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ ലോക സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ നെറികേടുകൾ ആരും വിമർശിക്കുന്നില്ല. എന്നാൽ അതിന് പകരമായി ഹമാസ് പുറത്തുവിടുന്ന ബന്ദികളുടെ ഫോട്ടോ എടുക്കുന്നു, അവരെ പരസ്യമായി പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ പറയാൻ വളരെയധികം ആളുകളുന്നുണ്ട്. അതെല്ലാം ഈ ബന്ദ് കൈമാറ്റ കരാറിന് വിപരീതമാണ് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലും പലസ്തീനിലും അതല്ലെങ്കിൽ ഗസയിലുമൊക്കെ നടത്തുന്ന ആക്രമണങ്ങളെയോ കൊലപാതകങ്ങളെയോ അല്ലെങ്കിൽ കയ്യേറ്റങ്ങളെയോ ഒന്നും വിമർശിക്കാനോ എതിർക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഇരട്ട നയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഇപ്പോൾ ഈ ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുമ്പോൾ 20 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആ സാഹചര്യമല്ല ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലുള്ളത് എന്നവർ മനസ്സിലാക്കുന്നില്ല.
അന്ന് ഗസയിലുള്ളവർ വളരെ ദുർബലരായിരുന്നു. അവർക്ക് ആയുധങ്ങളില്ല, ശക്തിയില്ല, ഒന്നുമില്ല. അവർക്ക് പിന്നിൽ ആരുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഹമാസ് ഒരു വൻ ശക്തിയായി തന്നെ അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഹമാസിന് മുന്നിൽ ഇറാൻ, ഹൂത്തികൾ അല്ലെങ്കിൽ ലെബനോണികൾ, അതുപോലെ ഒരുപാട് വലിയ വലിയ സംഘങ്ങളുണ്ട്. അവർ ആയുധവും പണവും നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ നീക്കം ഹമാസുമായി വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുകയാണ്. കരാർ പ്രകാരം 629 പലസ്തീൻ തടവുകാരെ തിരിച്ചു കൊടുക്കാതെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ തടവുകാരെ വിട്ടുകഴിയുമ്പോൾ പകരമായി ഇസ്രായേൽ തടവുകാരെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അത് ഇസ്രായേൽ ചെയ്തിട്ടില്ല. അതുകൂടാതെ വെസ്റ്റ് ബാങ്കിൽ പോയി അവർ ഏതാണ്ട് 319ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വെസ്റ്റ് ബാങ്കിൽ തുടരാൻ IDF ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അവരും പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഇസ്രായേലിനോട് നേരെ ചൊവ്വ ഒരു കാര്യവും നടക്കില്ല എന്ന് ഹമാസ് ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നെതന്യാഹു അത്തരം ഒരു ഭ്രാന്തനാണ്. അയാളുടെ ഉള്ളിൽ ഒരുതരം പകയാണ്. അയാൾക്ക് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണം. അവർക്കുണ്ടായിരിക്കുന്ന നാണക്കേടിനെ മറികടക്കാൻ ഹമാസിനെ തോൽപ്പിക്കുകയും ഈ ഗസയെ പിടിച്ചടക്കുകയൊക്കെ വേണം. അതൊരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എങ്കിലും അയാൾക്ക് യുദ്ധം ചെയ്യണം എന്നുള്ളൊരു മോഹം ഇങ്ങനെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏതാണ്ട് 2000 പൗണ്ട് ബോംബ് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് തീർക്കണമെന്നാണ് പുള്ളിയുടെ മനസ്സിലുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ വെസ്റ്റ് ബാങ്കിൽ വന്ന് ഈ സൈന്യത്തെ നിർത്തിയിരിക്കുന്നത്. എന്നാൽ നെതന്യാഹുവിൻ്റെ ഈ ഭീഷണിയൊന്നും ചിലവാകില്ല എന്ന നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത്. അതുകൂടാതെ ഹൂത്തികൾ ഇന്നലെ യോഗം കൂടിയിട്ട് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ തലസ്ഥാനമായ ടെല്ലവീവിനെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് യുദ്ധം മുറുകാനുള്ള സാധ്യത കൂടുതലാക്കുകയാണ്. എന്നാൽ രണ്ടാം ഘട്ട ബന്ദിമോചനം വേഗത്തിലാക്കാനും ബന്ദികളെ ഈ ഹമാസ് ഇനി പഴയതുപോലെ പ്രദർശിപ്പിക്കാതിരിക്കാനുമൊക്കെയാണ് നെതന്യാഹു ഇങ്ങനെ ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് ഇനിയും ഒരു യുദ്ധത്തിനുള്ള സൈനിക ശക്തിയൊന്നും ഇസ്രായേൽ ഇപ്പോഴില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും നെതന്യാഹു വെസ്റ്റ് ബാങ്കിൽ സൈനിക താവളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു വിഡ്ഢിത്തരമാണ് എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. ഇനിയും വെസ്റ്റ് ബാങ്കിലും ഗസയിലുമായി ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് ഇസ്രായേലിനെ കൂടുതൽ നാണക്കേടും ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. സത്യത്തിൽ പരാജയം ഭ്രാന്ത് പിടിപ്പിച്ച നെതന്യാഹു എന്ത് ചെയ്യണം എന്നറിയാത്ത ഘട്ടത്തിലാണ്. വെസ്റ്റ് ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്ന ഈ ടാങ്കുകൾ അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ മേലെന്നില്ല. ഇനി അതിൻ്റെ ഒരു നഷ്ടം കൂടി വരുത്തി വെച്ചാലേ നെതന്യാഹുവിന് സമാധാനമാവൂ എന്നുണ്ടെങ്കിൽ യുദ്ധം തുടരുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.